ഇത് വ്യക്തിപരമായ വ്യക്തിയാധിഷ്ഠിതമായ ചില വിരോധങ്ങളുടെയും വൈരാഗ്യങ്ങളുടെയും പേരിൽ മാത്രം തട്ടിക്കൂട്ട് സഖ്യം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവർക്ക് വേറെ അജണ്ടകളുണ്ടെന്ന് തോന്നുന്നു. രണ്ടുപേരും പറയുന്ന ഒരേ കാര്യമാണ്, വി ഡി സതീശൻ ഞങ്ങളെ മാനിക്കുന്നില്ല. സുകുമാരൻ നായർ പറഞ്ഞൊരു വാചകം പി ജി ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കോൺഗ്രസ് വി ഡി സതീശനെ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണ്. ഇതെന്താണ്, സുകുമാരൻ നായരുടെ വീട്ടിലെ തൊഴുത്തിലെ പശുവോ കാളയോ വല്ലോ ആണോ വി ഡി സതീശൻ? വെള്ളാപ്പള്ളി നടേശന്റെ പ്രശ്നം അത് തന്നെ. വി ഡി സതീശൻ അഹങ്കാരിയാണ്, പന്നനാണ്, മറ്റേതാണ് മറിച്ചതാണെന്ന് പറയുന്നു. വി ഡി സതീശൻ എന്തുവാണ് ഈ സമൂഹത്തോട് ചെയ്ത ദ്രോഹം? നായർ സമുദായത്തിന് കിട്ടേണ്ട അവകാശങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈഴവ സമുദായത്തിന് കിട്ടേണ്ട അവകാശങ്ങൾ പാടില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ? 55% പേരാണ് നോർത്ത് പറവൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ പ്രബലമായ വിഭാഗം എന്ന് പറയുന്നത് ഈഴവരാണ്. അവിടെ നിന്നാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തി ഓരോ വർഷവും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കൂട്ടിക്കൂട്ടി വരുന്നത്. 2011 10 ദിവസമാണ് വെള്ളാപ്പള്ളി നടേശൻ പറവൂരിൽ ക്യാമ്പ് ചെയ്ത് സതീശനെ തോപ്പിക്കാൻ ശ്രമിച്ചത്. 2016 സമാനമായ സ്ഥിതി ഉണ്ടായി. അപ്പൊ സമുദായ നേതാക്കൾ പറയുന്ന ഭീഷണി ഒന്നും കേരളത്തിലെ വോട്ടർമാർ ഗൗനിക്കാറില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സതീശന്റെ ഈ 25 വർഷത്തെ പാർലമെന്ററി ജീവിതം എന്ന് പറയുന്നത്. അവരൊരു ജനാധിപത്യ പാർട്ടിക്കകത്ത് അവരല്ലേ അവരുടെ അജണ്ടകൾ സെറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ സമുദായങ്ങൾ വർപ്പിച്ചാൽ അത് വറക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. ഇവർ പറയുന്ന പോലെ തുള്ളാനിരിക്കുന്നവരാണോ അവരാരും? ഇതേ വാദങ്ങൾ എന്താണ് ബി ജെ പിയുടെ നേതാവിനെ കുറിച്ചോ CPM നേതാവിനെ കുറിച്ചോ പറയാൻ ഈ രണ്ടു കൂട്ടർക്കും ധൈര്യമില്ലല്ലോ. കേരളത്തിൽ 2001 AK ആന്റണി ഗവൺമെന്റ് കാലത്താണ് സ്വാശ്രയ കോളുകൾ നാടുകളെ എല്ലാവർക്കും പതിച്ചു കൊടുത്ത്. അത് ഇവരുടെ ആപ്ലിക്കേഷൻ ഒരെണ്ണമെങ്കിലും റിജക്ട് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും വന്ന UDF ഗവൺമെന്റുകൾ റിജക്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ അവകാശങ്ങൾ എവിടെയാണ് റിജക്ട് ചെയ്യപ്പെട്ടുള്ളത്? ഈ 30 വർഷത്തിലധികമായി ഈ രണ്ട് മഹാന്മാരായ നേതാക്കന്മാരും ഈ സമുദായങ്ങളുടെ തലപ്പത്തിരിക്കുകയാണ്. ഈ മഹാന്മാരായ നേതാക്കന്മാർ എന്താണ് ഈ സമുദായത്തിന് വേണ്ടി ചെയ്തത്? മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക വളർച്ചയാണ് അടിസ്ഥാനപരമായി ക്രിസ്ത്യാനികൾക്കും നായന്മാർക്കും ഈഴവർക്കും ഉള്ള അസൂയയുടെ കാരണം. അത് അവരുടെ കഷ്ടപ്പാടിന്റെയാണ്. അതിന് ഇവരുടെ ആരുടെ ഔദാര്യം അവർ ആരും കയറി പിടിച്ചിട്ടില്ലല്ലോ. നായാടി മുതൽ നസ്രാണി വരെ. നസ്രാണി എന്തിനാണ് ഇവർ കൂട്ടുപിടിക്കുന്നത്? നസ്രാണിക്ക് ഇന്ന കാര്യങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് നസ്രാണികൾ പറയട്ടെ. അതിനെന്തിനാണ് ഈ ഒരു കെട്ടിന്റെ ആവശ്യം? എന്താണ്? ക്രിസ്ത്യാനികളാണ് ഇവിടുത്തെ എല്ലാം അടിച്ചുകൊണ്ട് പോകുന്നു എന്നായിരുന്നു ആദ്യം വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്. അതിപ്പം മാറി പ്ലേറ്റ് മാറ്റി മുസ്ലിങ്ങളുടെ വിടലിക്കോട്ട് വെച്ചേക്കുന്നുള്ളൂ. ഇവിടെ സതീശൻ ഞങ്ങളോടൊപ്പം നിൽക്കുന്നില്ല, രമേശ് ചെന്നിത്തല ഞങ്ങളോടൊപ്പം നിൽക്കുന്നില്ല, ഞങ്ങൾ തീരുമാനിക്കുക ആര് മുഖ്യമന്ത്രിയാകണം, അതൊക്കെ വള്ളി പറഞ്ഞാൽ മതി. വളരെ കൃത്യമായ നിലപാട് അല്ലെങ്കിൽ മറുപടി എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാൻ കഴിയും. വെള്ളാപ്പള്ളി നടേശൻ ഈഴവരെ പറ്റിച്ച് ആ കള്ള് കച്ചവടം നടത്തി, ബ്ലേഡ് മാഫിയ നടത്തി, എന്തിനധികം മൈക്രോ ഫിനാൻസിങ് തട്ടിപ്പ് കേസ് എന്ന് പറഞ്ഞാൽ ഈഴവർക്ക് കിട്ടേണ്ട സഹായം, ആ സഹായം പോലും സ്വന്തം പോക്കറ്റിൽ പൂഴ്ത്തിയ വെള്ളാപ്പള്ളി നടേശന് മുസ്ലിം സമുദായത്തെ കാണുമ്പോൾ വലിയ ഇക്കിളിപ്പെടും, വലിയ പരിഭ്രമം ഉണ്ടാവും, വല്ലാതെ അലോസരപ്പെടും, അസ്വസ്ഥതയുണ്ടാവും. കാരണം എന്താ? മുസ്ലിം സമുദായം സാമ്പത്തികമായി എല്ലാ രീതിയിലും, അതിൽ എസ്പെഷ്യലി സാമ്പത്തികമായി വല്ലാത്ത ഒരു ഭദ്രത അവരുണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാ. അത് വെറുതെ ഉണ്ടായതല്ല നടേശ, അത് കഷ്ടപ്പാടിൻ്റെ സാമ്പത്തിക ഭദ്രതയാ. കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിലുള്ള കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് വിയർപ്പൊഴുക്കി സ്വരുക്കൂട്ടി വെച്ച് ഉണ്ടാക്കിയെടുത്ത ഭദ്രതയാ. ആ ഭദ്രത കാണുമ്പോൾ വെള്ളാപ്പള്ളി നടേശന് ക്രിമികടി ഉണ്ടാവും, വെള്ളാപ്പള്ളി നടേശന് അസ്വസ്ഥതയുണ്ടാകും. അസ്വസ്ഥത ഉണ്ടാവട്ടെന്നേ. കാരണം എന്താ? മുസ്ലിം സമുദായം സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുന്നു, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ വലിയ മാറ്റങ്ങൾ വരുന്നു, അവർക്ക് എല്ലാ സൗകര്യങ്ങളും അവരുണ്ടാക്കിയെടുക്കുന്നു, നല്ല വീടുകൾ ഉണ്ടാക്കുന്നു, നല്ല ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാക്കുന്നു, നല്ല മക്കൾക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുന്നു, വിദ്യാഭ്യാസത്തിന് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പണമുള്ളത് കൊണ്ട് നടത്താൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും മുസ്ലിം സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് വെള്ളാപ്പള്ളി നടേശന്റെ പിടിച്ചു പറിച്ചതാണോ? അല്ലെങ്കിൽ SNDPക്കാരുടെ പിടിച്ചു പറിച്ചതാണോ? ഒരുത്തൻ്റെയും പിടിച്ചു പറിച്ചതല്ല. അതിന് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ കടന്ന് ഹാലിളകേണ്ട കാര്യമൊന്നുമില്ല. മുസ്ലിം സമുദായം ആരുടേതും ഒന്നും പിടിച്ചു പറിച്ചിട്ടില്ല എവിടെയും. ഇപ്പോഴും ഈ കേരളത്തിലെ പോപ്പുലേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ കിട്ടേണ്ടതിൻ്റെ ഹാഫ് പോലും കിട്ടാതെ ജീവിക്കുന്നവരാ എന്ന് കരുതിയിട്ട് മുസ്ലിം സമുദായത്തിനൊരു കുറവും സംഭവിക്കില്ല കേട്ടോ. കാരണം അവനിക്കുണ്ടാക്കാനുള്ളതിൻ്റെ മാർഗം അവനിക്കറിയാം. അത് ഒരുത്തന്നെയും പിടിച്ചു പറിക്കേണ്ട ഗതികേടില്ല. മനസ്സിലായില്ലേ? വെള്ളാപ്പള്ളി നടേശനൊക്കെ വലിയ പ്രശ്നം എന്താ? മുസ്ലിം സമുദായം വലിയ രീതിയിൽ അവർ ഈ പറയുന്ന ഒരു വലിയ മുന്നേറ്റം, സാമൂഹിക മുന്നേറ്റം നടത്തുന്നു. അവർ സാമ്പത്തിക ഭദ്രതയുണ്ടാവുന്നു, അധികാരങ്ങളിൽ അവരുണ്ടാവുന്നു. ഇതൊക്കെ കാണുമ്പോൾ വെള്ളാപ്പള്ളി നടേശന് വല്ലാത്ത ക്രിമികടിയാ. എന്താ വെള്ളാപ്പള്ളി നടേശന് ക്രിമികടി? ഇത് തന്നെയാണ് പ്രശ്നം.
അപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശന് ഈ വി ഡി സതീശനോട് ഇത്ര ശത്രുത ഉണ്ടാവാൻ എന്താ കാരണം? അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ വലിയ പിന്തുണ വി ഡി സതീശനുണ്ട് എന്നുള്ളതാണ്. മുസ്ലിം സമുദായത്തിൻ്റെ വലിയ ഒരു പിന്തുണ അതും വി ഡി സതീശനുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ ക്രിമികടി. രണ്ടാമത്തെ കാര്യം, വി ഡി സതീശന് തിരിച്ചും അങ്ങനെയുണ്ട്. വി ഡി സതീശന് എല്ലാ മനുഷ്യരോടും അയാൾ മനുഷ്യരായിട്ട് കാണാനും കേരളത്തിലെ ജനതയായിട്ട് കാണാനും അവരെ സ്നേഹത്തോടെയും ഐക്യത്തോടെയും കൊണ്ടു നടക്കാനും അയാൾ ശ്രമിക്കുകയാണ്. അതിൻ്റെ പേരിൽ മുസ്ലിം സമുദായമാണെങ്കിലും ഈഴവരുടെ, ഇപ്പം നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ, 25 വർഷമായി പറവൂരിൽ നിന്ന് തുടർച്ചയായി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ച് കയറുന്ന നേതാവാണ് വി ഡി സതീശൻ. ആ വി ഡി സതീശൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഓരോ തിരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴും അതിങ്ങനെ ഗ്രാജ്വലി അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. 10,000-ൽ നിന്ന് ഭൂരിപക്ഷം 10,000-ൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഈ ഏറ്റവും ഒടുവിൽ 2021-ൽ 26,000-ലധികമാണ് വി ഡി സതീശൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. 10,000-ൽ തുടങ്ങിയ ഭൂരിപക്ഷത്തിൻ്റെ വർധനവ് അത് 26-ലേക്ക് എത്തിക്കാൻ അയാൾക്ക് സാധിച്ചു. അതല്ലാതെ അയാളുടെ ഭൂരിപക്ഷം കുറയുകയോ അയാൾക്ക് വലിയ പ്രതിസന്ധികൾ ഉണ്ടാവുകയോ ഒന്നും ചെയ്യുന്നില്ല. അവിടെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം, ഈ പറവൂർ നിയോജക മണ്ഡലത്തിൻ്റെ പോപ്പുലേഷൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, അവിടുത്തെ വോട്ടർമാരെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ 55% ഈഴവരാണ് എന്നുള്ളതാ. വെള്ളാപ്പള്ളി നടേശന് ഒരു കൃത്യമായ ഒരു ബോധ്യമുണ്ട്. എന്താണ് ബോധ്യം? ഇപ്പോൾ ഈ SNDPയുടെ ഞാനൊരു ഇമാജിനേഷനാണ് പറയുന്നത്, അതിന് നിയമപരമായ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ മറിച്ചൊരു കാര്യം. ഇപ്പോൾ SNDPയുടെ നേതൃത്വത്തിലേക്ക് ഒരു മത്സരം നടക്കുകയാണെന്ന് വെക്കുക. വെള്ളാപ്പള്ളി നടേശന് അതുപോലെ വി ഡി സതീശൻ, ഇവർ രണ്ടുപേരുമാണ് മത്സരിക്കുന്നത്. അങ്ങനെ മത്സരിച്ചാൽ പോലും SNDPയുടെ നേതാവായിട്ട് വി ഡി സതീശനെ തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ളതാ. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഇപ്പം നിങ്ങൾ കേൾക്കുന്നില്ലേ, ഈ പറവൂരിൽ വി ഡി സതീശനെ തോൽപ്പിക്കാൻ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച ആളാ വെള്ളാപ്പള്ളി നടേശൻ. എന്നിട്ടും 55% പോപ്പുലേഷൻ ഈഴവർക്കുള്ള ഈ പറയുന്ന പറവൂരിൽ നിന്ന് വി ഡി സതീശൻ ഓരോ മത്സരം കഴിയുമ്പോഴും തൻ്റെ ഭൂരിപക്ഷം ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. പിന്നെ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾക്ക് ഹാലിളകാൻ വേറൊരു കാരണം കൂടിയുണ്ട്. എന്താ കാരണം? ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നടക്കുന്നത് പിണറായി വിജയൻ്റെ കൂടിയാ. എന്തിനാണ് നടേശൻ നടക്കുന്നത്? പിണറായി വിജയൻ്റെ പാർട്ടിക്കാരനായതുകൊണ്ടാണോ അല്ലെങ്കിൽ CPM-കാരനായതുകൊണ്ടാണോ? അല്ല, അത് ഒരു നാടകമാണ്. ആ നാടകം എന്തിനു വേണ്ടിയിട്ടാ? കോൺഗ്രസിനെ തകർക്കണം. കോൺഗ്രസിനെ തകർക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? CPM-ന് വേണ്ടിയിട്ടാണോ? അല്ല, CPM ഓൾറെഡി തകർന്നു കഴിഞ്ഞു. പിന്നെ കോൺഗ്രസിനെ തകർക്കണം. എന്തിനു വേണ്ടിയിട്ടാ? സംഘ് പരിവാറിന് കേരളത്തിൽ വേരുന്നാൻ വേണ്ടിയിട്ട് കോൺഗ്രസിനെ തകർക്കണം. ഇതാണ് ലക്ഷ്യം. അവിടെ എന്താണ് ഇതൊക്കെ ആഗ്രഹവുമായിട്ട് നടക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഒരു യാത്ര കഴിഞ്ഞിട്ട് അതിൻ്റെ സമാപനം പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുക. ആ വേദിയിൽ വി ഡി സതീശനുമുണ്ട്, പിണറായി വിജയനുമുണ്ട്. ആ വേദിയിൽ ഈ പിണറായി വിജയൻ 1 മണിക്കൂർ ഒരു ആരോ PR ഏജൻസി എഴുതി കൊടുത്ത ഒരു പേപ്പർ നോക്കി വായിക്കുകയാണ് 1 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ വരുന്നത് വി ഡി സതീശനാണ്. ആ പിണറായി വിജയൻ 1 മണിക്കൂർ പേപ്പർ നോക്കി വായിക്കുമ്പോൾ സദസ്സിൽ നിന്ന് ഒരു ഒച്ചയോ അനക്കമോ ഒന്നുമില്ല. ആർക്കും ഒരു ആവേശവും കാണുന്നില്ല. ആരും വലിയ പിന്തുണയൊന്നും നൽകുന്നില്ല. മനസ്സിലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 8 മിനിറ്റ് വി ഡി സതീശൻ നോക്കി വായിക്കലുകളില്ല, തപ്പിത്തടയലുകളില്ല, ഒരൊറ്റ നെഞ്ചും വിരിച്ച് നിന്നുകൊണ്ട് ഒരു 8 മിനിറ്റ് സദസ്സങ്ങ് ഏറ്റെടുക്കുകയാണ് അയാളെ. മാത്രമല്ല 1 മണിക്കൂർ പിണറായി വിജയൻ നോക്കി വായിച്ചതിന് 8 മിനിറ്റിൽ മറുപടി. ആ മറുപടി മാത്രമല്ല, ആ മറുപടിയെ സദസ്സ് ഒന്നടങ്കം ഏറ്റെടുക്കുകയാണ്. ആ സദസ്സിൽ വെച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വർഗീയ വിഷജന്തുവിനെ കൊണ്ടു നടക്കുന്നവരെയും വെള്ളാപ്പള്ളിയെയും തുറന്നു കാണിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അസ്വസ്ഥതയുണ്ടാകും. ഈ അസ്വസ്ഥതകൾക്കെല്ലാം കാരണം ഒന്ന്, വി ഡി സതീശനെ വെള്ളാപ്പള്ളി നടേശൻ്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാൻ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, SNDPക്കാർ പോലും വി ഡി സതീശനെയാണ് ഉയർത്തിക്കൊണ്ട് നടക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ വെള്ളാപ്പള്ളി നടേശൻ ശത്രുവായി പ്രഖ്യാപിച്ചിട്ടുള്ള മുസ്ലിം സമുദായത്തിൻ്റെ വലിയ പിന്തുണ എന്ന് പറഞ്ഞാൽ 95% ആളുകളുടെയും പിന്തുണ അത് വി ഡി സതീശന് ലഭിക്കുന്നു. വി ഡി സതീശൻ തിരിച്ച് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് തിരിച്ച് ആ സമുദായത്തോടും കാണിക്കുന്നു.
വി ഡി സതീശൻ എല്ലാവരോടും ആ കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്ന വലിയ നട്ടലുള്ള ആർജവമുള്ള നിലപാടുള്ള നേതാവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വെള്ളാപ്പള്ളി നടേശന് കുരുപൊട്ടും. അപ്പോൾ അതിനിപ്പോൾ വി ഡി സതീശനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല. പിണറായി വിജയൻ വേണ്ടുവോളം പണിയെടുത്ത് നോക്കി. പുനർജനിയിൽ ഒരു CBI അന്വേഷണം കൊണ്ടുവരാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇന്നലെ നോക്കുമ്പോൾ വി ഡി സതീശൻ പുനർജനിയിൽ അടുത്ത വീടിന് തറക്കല്ലിടുകയാണ് പറവൂരിൽ. അടുത്ത വീടിനുള്ള തറക്കല്ലിടൽ നടത്തുന്നു പറവൂരിൽ. അപ്പോൾ വി ഡി സതീശനെ വീഴ്ത്താനൊന്നും സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആലോചനകൾ AKG സെൻറ്ററിൽ. അങ്ങനെ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരെയും ഒന്നിപ്പിക്കാം, അവർ രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തി ഇനി വി ഡി സതീശനെ നേരിടാമെന്ന് നോക്കി. പക്ഷേ വിസ്മയിപ്പിച്ചുകൊണ്ട് ആദ്യം ഒരു വാർത്താ സമ്മേളനം നടത്തി, ഞങ്ങൾ ഐക്യത്തിലേക്ക് പോകുന്നു, ഇനി ഈ ചർച്ചകളുടെ ദിവസമാണ്. 4 ദിവസങ്ങൾക്കിപ്പുറം വീണ്ടും സുകുമാരൻ നായർ വാർത്താ സമ്മേളനം നടത്തുകയാണെന്ന്. എന്താ പറയുന്നത്? വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വർഗീയ വിഷജന്തുവിനെ പടിയടച്ച് പിണ്ടം വെക്കുന്നു. ചർച്ചകൾക്ക് വന്ന തുഷാർ വെള്ളാപ്പള്ളിയെ മാറ്റിയിറക്കുന്നു മന്നത്ത് നിന്ന്. ഇതിലപ്പുറം ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത്, വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ അതിനോട് പ്രതികരിച്ചത്, ഞാൻ വാർത്ത കണ്ടേ ഉള്ളൂ, വിശദാംശങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ പ്രതികരിക്കാമെന്നാണ്. ഇനിയിപ്പോൾ നാളെയോ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരമോ ഒക്കെ ആയിട്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകും. അതിൽ എല്ലാത്തിൻ്റെയും പ്രശ്നക്കാരൻ വി ഡി സതീശനായിരിക്കും. ഒരു കാര്യം ഇവിടെ നമുക്കുറപ്പാണ്, വി ഡി സതീശൻ എന്ന് പറയുന്ന ആർജവമുള്ള നട്ടലുള്ള നേതാവ്, അയാളെ അത്രമാത്രം ഭയപ്പെടുന്നുണ്ട് ഈ സംഘ് പരിവാരവും വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും CJPയും RSSന്റെ ഏജന്റുമാരും എന്നുള്ളതാ. അത്രമാത്രം ഭയപ്പെടുന്നുണ്ട്. കാരണം 2026 അത് വി ഡി സതീശൻ്റെതാണ് എന്നുള്ളത് ഈ പറയുന്ന ശത്രുക്കൾ പോലും സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാ. മനസ്സിലായില്ലേ? അത് പല അർത്ഥത്തിൽ അവരുടെ വാക്കുകളിൽ നിന്ന് പ്രവർത്തികളിൽ നിന്ന് ഇതൊക്കെ ഇങ്ങനെ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വി ഡി സതീശനാണ് മുഖ്യ ശത്രു. എന്താ കാര്യം? വി ഡി സതീശനാണ്. ജനം ആ സതീശനോടൊപ്പമാണ്, അയാളുടെ നിലപാടുകൾക്കൊപ്പമാണ്, അയാളുടെ നട്ടെല്ലിനൊപ്പമാണ് ജനമുള്ളത്. അപ്പോൾ ജനത്തിൻ്റെ വലിയ ഒരു പിന്തുണ, ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അസ്വസ്ഥതയുണ്ടാകും. ആ പിന്തുണക്കുന്നവരുടെ കൂട്ടത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ വലിയ പിന്തുണ വി ഡി സതീശന് കിട്ടുന്നതെന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു അസ്വസ്ഥതയുണ്ടാകും. കാരണം സതീശനെ വെള്ളാപ്പള്ളി നടേശൻ്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാൻ സതീശൻ പോകുന്നില്ല, സതീശൻ അതിന് കിട്ടുന്നില്ല. സതീശനെ ഭയപ്പെടുത്താൻ നോക്കിയിട്ട് സതീശൻ പേടിച്ച് പിൻവാങ്ങുന്നില്ല. സതീശൻ നെഞ്ചും വിരിച്ച് മുന്നോട്ടിങ്ങനെ ഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. സതീശൻ വീണ്ടും നമ്മളെ വിസ്മയിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. 2026 അത് വി ഡി സതീശൻ്റെതാണ്. ഏതൊക്കെ ശത്രുക്കൾ ഉണ്ടെങ്കിലും അണിഞ്ഞ് നിറന്നോളൂ, ഒരു കുഴപ്പവുമില്ല. സതീശനെ വീഴ്ത്താൻ നിങ്ങൾക്ക് ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ്.